I literally dumped my face in ice, so here goes. ഒരുവിധം എല്ലാ സെലിബ്രിറ്റീസും യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് സ്കിൻ ടിപ്പാണ് കേട്ടോ രാവിലെ തന്നെയുള്ള ഈ ഐസ് ഫേഷ്യൽ റൂട്ടീന്. ഒന്നിക്ക് ഐസ് ക്യൂബ്സ് എടുത്ത് ഫേഷ്യൽ ചെയ്യും. അത് അല്ലെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ്സ് നിറച്ച പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ മുഖം ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് നേരം നിൽക്കും. അത് എന്തിനാണ് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖത്തിലുള്ള എയർ സർക്കുലേഷൻ കൂടും. എയർ സർക്കുലേഷൻ കൂടിയിട്ട് നമ്മുടെ അണ്ടർ ഐസിന് താഴെ ഇരിക്കുന്ന സാഗിങ്ങും മുഖത്ത് എഴുന്നേറ്റ പാടിയിരിക്കുന്ന ബ്ലോട്ടിങ്ങും ഇതൊക്കെ മാറിയിട്ട് മുഖത്ത് ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ്സും ടൈറ്റ്നെസ്സും ഒക്കെ നമുക്ക് തരും. അപ്പം ഇത് ഒരു മേക്കപ്പിൻ്റെ ഒരു പ്രെപ്പ് പോലെ ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് എൻ്റെയും കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോർണിംഗ് റിച്വലായിട്ട് മാറിയിരിക്കുകയാണ്. പൊതുവേ സ്കിൻ കെയർ ചെയ്യാൻ മടിയുള്ള എനിക്ക് പക്ഷേ ഈ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാത്രം ഈ സിലിക്കോൺ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു മോൾഡാണ്. അപ്പോൾ അതിൻ്റെ താഴെയെന്ന് വെച്ചാൽ ക്രിസ്റ്റൽ പോലെ തന്നെ നമ്മൾക്ക് ഐസിന് സ്റ്റേ ചെയ്യാനുള്ള കുറച്ച് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇത് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുക. റെഫ്രിജറേറ്ററിനകത്ത് വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം എടുക്കുമ്പോഴേക്ക് അത് കറക്റ്റായിട്ട് ഐസ് ക്യൂബ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് എടുത്ത ഉടനെ തന്നെ ഇത് കുറച്ചുകൂടി വലുതാക്കാൻ പറ്റും. അതായത് പാത്രം നമുക്ക് മുഖം ഡിപ്പ് ചെയ്യാനുള്ള പാകത്തിലേക്ക് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് യൂസബിൾ ആയിരിക്കും. അത് മാത്രമല്ല നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്തിട്ട് നമുക്ക് പുറത്തൊക്കെ ടൂറിനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ സ്ഥലത്ത് പോകുമ്പം നമുക്ക് പാത്രം എല്ലായിടത്തും കിട്ടണമെന്നില്ല ഫേസ് ഡിപ്പ് ചെയ്യാനുള്ള രീതിയിൽ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഹാൻഡി ആയിട്ട് തോന്നി. അതേമാതിരി തന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും അത് ഭയങ്കര സ്പേസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നി. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ എനിക്ക് ലിങ്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബാക്കി വരുന്നതൊക്കെ അതിൻ്റെ ആ ക്രിസ്റ്റൽ പോലെയുള്ളത് ഹണി ബീ കോമ്പിൻ്റെ ഒരു സ്ട്രക്ചറാണുള്ളത്.